ചോർച്ച എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല. നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സമീപിച്ച രീതി, അല്ലെങ്കിൽ അവർ ഇത് പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതായിരുന്നു നമ്മുടെ പ്രശ്നം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ പൊളൈറ്റ്ലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഒരാളോട് പറയാം ആ വെള്ളം ഇങ്ങോട്ട് എടുക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതും ആ വെള്ളം ഒന്ന് എടുത്ത് തരുമോ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെൻറ്റ് ടേണാണ്. ഇത് ഇവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇവർ പല പ്രശ്നങ്ങളും നമ്മളോട് പറയുമ്പോഴും ഇവർ അതിൻ്റെ പുറത്തൊരു ഭീഷണിയുടെ സ്വരം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുമെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും അതിനോടൊരു ഇഷ്ടക്കേട് തോന്നും. അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണിത്. ഇതിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപ വരുന്ന ഒരു എക്സ്പെൻസ് വരുന്ന സംഭവമാണിത്. ഇന്ന് ഞാൻ ആൾറെഡി ഇത് നമ്മുടെ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളും വന്നപ്പോൾ ഒരുപാട് എൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറയണ്ടായി, അത് എങ്ങനെ ശരിയാക്കി കൊടുക്കുക, നിങ്ങൾ ഏതായാലും ഇത്രയും പൈസ ചിലവാക്കി നിങ്ങളൊരു വീടുണ്ടാക്കി, നിങ്ങളെ സംബന്ധിച്ചോളം അത് ശരിയാക്കുന്നൊരു എനിക്കത് കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ പ്രൊജക്ട് മാനേജറെയും അതേപോലെ തന്നെ അവിടുത്തെ സൈറ്റിലെ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറെയും വിളിച്ചു. എനിക്ക് തോന്നുന്നു ഇവർ ഒരു പക്ഷേ ഈ സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു മണിയാവുന്നു. ഈ സമയത്ത് ഒരു പക്ഷേ അവർ സൈറ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടായിരിക്കും. അത് നാളെ തന്നെ മാക്സിമം അറ്റ് ദ ഏർലിയസ്റ്റ്, ഇന്നാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളത് പരിഹരിച്ചു കൊടുക്കും.